കേരളത്തിലെ ഏറ്റവും വലിയ പുതുവർഷാഘോഷത്തിനൊരുങ്ങുകയാണ് ഫോർട്ട് കൊച്ചി. രണ്ടിടങ്ങളിലായി നടക്കുന്ന ആഘോഷത്തിന് എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. സുരക്ഷയ്ക്കായി 1200 പോലീസുകാരെ നിയോഗിക്കുമെന്ന് കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചു. വിദേശികൾ ഉൾപ്പെടെ കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പുതുവത്സരാഘോഷത്തിന് തയ്യാറെടുത്ത് ഫോർട്ട് കൊച്ചി. ഇക്കുറി ആദ്യമായി പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. രണ്ടിടങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് ശക്തമായ സുരക്ഷയാണ് ജില്ലാ ഭരണകൂടവും പോലീസും നഗരസഭയും ചേർന്ന് സ്വീകരിച്ചിരിക്കുന്നത്. 13 ഡിവൈഎസ്പിമാർ, 28 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 1200 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിക്കും. സുരക്ഷയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കും. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങളുടെ പ്രവേശനം നിർത്തിവെക്കും. 20 സജ്ജീകരിച്ചിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറയുന്നതിനനുസരിച്ച് 4 മണിക്ക് മുൻപും നിയന്ത്രണം നടപ്പിലാക്കാമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂയുടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോ ഹെൽത്ത് മെഡിക്കൽ ടീംസ് വെക്കുന്നതായിരിക്കും. KSRTC പിന്നെ പ്രൈവറ്റ് ബസ് ഓണേഴ്സുടെ ഒരു പങ്കാളിത്തം ഇതിലുണ്ട്. വാട്ടർ മെട്രോ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒരു ഇൻസിഡന്റ് ഇല്ലാത്ത നന്നായിട്ട് പോകാനുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തിൽ തന്നെ ഉണ്ട്. വൈപ്പിൻ വഴിയുള്ള റോറോ സർവീസ് വഴിയും 4 മണിക്ക് ശേഷം വാഹനങ്ങളുടെ പ്രവേശനം നിർത്തിവെക്കും. അതേസമയം 7 മണിവരെ റോറോ സർവീസ് വഴി ആളുകൾക്ക് ഫോർട്ട് കൊച്ചിയിലെത്താം. 7 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള റോറോ സർവീസും നിർത്തിവെക്കും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെയും വാട്ടർ മെട്രോയുടെയും ബോട്ടുകൾ വൈകിട്ട് 7 മണിവരെ ഫോർട്ട് കൊച്ചിയിലേക്ക് സർവീസ് നടത്തും. അതേസമയം 7 മണിക്ക് ശേഷവും വൈപ്പിനും എറണാകുളത്തിനുമിടയിൽ ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അരൂർ, കുണ്ടന്നൂർ, വൈറ്റില റൂട്ട് തിരഞ്ഞെടുക്കണം. ഇടക്കൊച്ചി വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കും. ഫോർട്ട് കൊച്ചിയിലെ താമസക്കാരും ഹോട്ടലിലെ താമസക്കാരും വഴിയരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നിർദ്ദിഷ്ട പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി മെയിൻ പ്രധാന സ്ഥലം വേലി ഗ്രൗണ്ട്, പരേഡ് ഗ്രൗണ്ട് അടുത്ത് എല്ലാ പാർക്കിംഗ് നിരോധിച്ചതാണ്. അന്നത്തെ ദിവസം 2 മണി കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടത്തില്ല. വൈപ്പിൻ ഭാഗത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 4 മണി വരെ മാത്രമേ നമ്മൾ വാഹനങ്ങൾ അനുവദിക്കും. KSRTC മറ്റ് പ്രൈവറ്റ് ബസ്സുകൾ വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് നമ്മൾ ഫോർട്ട് കൊച്ചി വേലി ഭാഗത്തേക്ക് അനുവദിക്കുന്നത്. കൊച്ചി കോളേജിലാണ് ആൾക്കാർ ഇറക്കാൻ പോകുന്നത്. അവിടെ നിന്ന് ആൾക്കാരെല്ലാവരും നടന്നു വരണം. വെളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലും കത്തിക്കുന്ന പാപ്പാഞ്ഞിക്ക് ചുറ്റും 2 നിരകളിലായി വേരുകൾ തീർക്കും. ഗ്രൗണ്ടിനെ 10 സെഗ്മെന്റുകളായി തിരിക്കും. ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും ആളുകൾ കയറിയാൽ ഗ്രൗണ്ടിലേക്കുള്ള പ്രവേശനം നിർത്തിവെക്കും. പരേഡ് ഗ്രൗണ്ടിൽ നിന്നും വെളി ഗ്രൗണ്ടിൽ നിന്നും അടിയന്തര വാഹനങ്ങൾക്കും ആംബുലൻസുകൾക്കും പുറത്തേക്ക് കടക്കാൻ റൂട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വൈപ്പിനിൽ നിന്നും കൊച്ചിൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ബസ് സർവീസ് ലഭ്യമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.